ഇറാനുമായുള്ള യുദ്ധം പുനരാരംഭിക്കേണ്ടി വന്നേക്കും എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. ധാരണയിലെത്താൻ ഇറാൻ അതിയായി ആഗ്രഹിക്കുന്നുണ്ട് എന്നുകൂടി ട്രംപ് അവകാശവാദം പറയുകയാണ്. തീരുമാനമെടുക്കേണ്ട ഇറാന്റെ നേതാക്കൾ ആരാണെന്ന് അവർക്ക് തന്നെ അറിയാത്തതാണ് ഇപ്പോഴത്തെ പ്രശ്നമെന്നും ട്രംപ് പറയുന്നു. ഇറാൻ ആണവായുധങ്ങൾ കൈവശം വെക്കുന്നതിനോട് റഷ്യയ്ക്ക് യോജിപ്പില്ലെന്നും ട്രംപ് പറഞ്ഞു. ഇറാനെതിരെയുള്ള അമേരിക്കയുടെ നാവികോപരോധം തുടരുന്നത് ക്ഷമിക്കാനാകില്ലെന്ന് പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ പ്രതികരിച്ചു. ന്യൂജേഴ്സിയിൽ നിന്ന് മധു കൊണ്ടറ. ഗുഡ് മോർണിംഗ്. അപ്പോൾ ഈ സമാധാനം ഒരു മരീചിക എന്ന് പറയുന്നത് പോലെ അതങ്ങനെ അകന്നകന്നു പോകും. നമ്മൾ വിചാരിക്കും ഇപ്പോൾ ഓൾ സെറ്റാവാൻ പോകുന്നു, പക്ഷേ അടുത്ത ഘട്ടത്തിൽ അങ്ങനെയല്ല. അങ്ങനെ അനിശ്ചിതത്വം തുടരുകയാണ് ഹോർമുസും അവിടെ ഇവിടെയൊക്കെ. മധുചേട്ടാ. ഗുഡ് മോർണിംഗ് ഹാഷ്മി, അസിത. ചർച്ചകൾ ഒരു വശത്ത് നടക്കുന്നുണ്ടെന്ന് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്, പക്ഷേ അത് പരസ്യമായിട്ട് വരുന്നില്ല. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇറാന്റെ ലീഡർഷിപ്പുമായി ബന്ധപ്പെട്ടുള്ള ആരുമായിട്ടാണ് ചർച്ചകൾ നടത്തേണ്ടത് എന്നുള്ളതിലാണ് അമേരിക്കയ്ക്ക് സംശയമെന്നാണ് ട്രംപ് പറയുന്നത്. വൈറ്റ് ഹൗസിൽ ഓവൽ ഓഫീസിൽ ഇന്ന് ആർട്ടിമിസ് ബഹിരാകാശ ദൗത്യത്തിലെ അംഗങ്ങൾക്ക് അവർക്കൊരു ചായ സൽക്കാരമൊക്കെ ഉണ്ടായിരുന്നു, മാധ്യമപ്രവർത്തകരുണ്ടായിരുന്നു. അപ്പോൾ അവരുമായിട്ട് സംസാരിക്കവേ റഷ്യൻ പ്രസിഡന്റ് പുടിനുമായിട്ട് കഴിഞ്ഞ ദിവസം ഏതാണ്ട് 90 മിനിറ്റാണ് രണ്ട് നേതാക്കളും ഈ ഇറാൻ വിഷയം സംസാരിച്ചത്. അതുമായി ബന്ധപ്പെട്ടുള്ള ചില സൂചനകൾ ട്രംപ് നൽകിയിട്ടുണ്ടായിരുന്നു. ഇറാൻ പക്കലുള്ള സമ്പുഷ്ടീകരിച്ച യുറേനിയം കൈകാര്യം ചെയ്യുവാൻ റഷ്യയെ മൂന്നാം കക്ഷിയായി വേണമെങ്കിൽ നിയോഗിക്കാമെന്നൊരു വാഗ്ദാനം വ്ളാദിമിർ പുടിൻ മുമ്പോട്ട് വെച്ചതായിട്ടാണ് ട്രംപ് പറയുന്നത്. ഇറാന്റെ പക്കൽ ആണവായുധങ്ങൾ ഇരിക്കുന്നതിനോട് റഷ്യയ്ക്ക് യോജിപ്പില്ലെന്നും ട്രംപ് പറഞ്ഞു. അതേസമയം ഈ അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതം പുനഃസ്ഥാപിക്കുന്നതിനായി സഖ്യകക്ഷികളുടെയൊക്കെ സഹായം അമേരിക്ക തേടി തുടങ്ങിയിട്ടുണ്ട്. കപ്പലുകളുടെ സുരക്ഷ ഉറപ്പാക്കുവാൻ മാരിടൈം ഫ്രീഡം കൺസ്ട്രക്ട് എന്ന് പറയുന്ന ഒരു സഖ്യം രൂപീകരിക്കുവാൻ അമേരിക്ക ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനായിട്ട് പങ്കാളിത്ത രാജ്യങ്ങളെ ഉടൻ തന്നെ ഔദ്യോഗികമായി അമേരിക്ക ക്ഷണിക്കും. എന്നാൽ ഈ ബ്രിട്ടൻ, ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങൾ ഇത്തരമൊരു നീക്കത്തോട് വളരെ കരുതലോടെ എങ്ങനെ പ്രതികരിക്കണമെന്ന് അവരൊരു നിലപാട് ഇപ്പോഴും സ്വീകരിച്ചിട്ടില്ല. അതേസമയം ഇറാനെതിരെ സ്വീകരിക്കേണ്ട പുതിയ സൈനിക നടപടികളെക്കുറിച്ച് ചർച്ച ചെയ്യുവാൻ ഡൊണാൾഡ് ട്രംപും അതുപോലെ US സെൻട്രൽ കമാൻഡിന്റെ മേധാവി അഡ്മിറൽ ബ്രാഡ് കൂപ്പറിന്റെ നേതൃത്വത്തിലുള്ള ഒരു വലിയൊരു സംഘം വൈറ്റ് ഹൗസിൽ ചർച്ചകൾ നടക്കുന്നുണ്ട്. ഇറാന്റെ പ്രധാന അടിസ്ഥാന സൗകര്യങ്ങൾ ലക്ഷ്യമിട്ടുള്ള വളരെ ചെറുതും എന്നാൽ വളരെ ശക്തമായിട്ടുള്ള വ്യോമാക്രമണങ്ങൾക്ക് പെന്റഗൺ പദ്ധതിയിടുന്നുണ്ട്. ഇറാന്റെ യുറേനിയം ശേഖരം പിടിച്ചെടുക്കുവാൻ ഒരു സ്പെഷ്യൽ ഫോഴ്സിനെ ഉപയോഗിക്കാനുള്ള ആലോചനയുണ്ട്. അതേസമയം അമേരിക്ക ഏതെങ്കിലും തരത്തിലുള്ള ഒരു സൈനിക നീക്കം നടത്തിയാൽ പശ്ചിമേഷ്യയിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾക്കും അതുപോലെ അവിടെ തമ്പടിച്ചിരിക്കുന്ന യുദ്ധക്കപ്പലുകൾക്കും നേരെ ആക്രമണം ഉണ്ടാകുമെന്ന് IRGCയുടെ മുന്നറിയിപ്പും വന്നിട്ടുണ്ട്. ഹാഷ്മി, ആസിദ. ഓക്കെ, താങ്ക് യു മധുചേട്ടൻ. അപ്പോൾ അങ്ങനെ തുടരുകയാണ്. ഇപ്പോൾ സമാധാനം ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നതൊക്കെ വെറുതെയാണെന്ന് തോന്നുന്നു. അതങ്ങനെ നീണ്ടു പോകുന്നു. വീണ്ടും ഇനി മിസൈലുകൾ പറക്കുന്ന ആ ദിവസങ്ങളിലേക്ക് പോവോ എന്തോ. അതെ, എത്ര നാളായി ഇത്തരം വാർത്തകൾ കേൾക്കാൻ തുടങ്ങിയിട്ട്, ഈ ചർച്ചകളുടെ വാർത്തകൾ കേൾക്കാൻ തുടങ്ങിയിട്ട്, പക്ഷേ ഇത് ഉണ്ടാകുന്നില്ല എന്നുള്ളത് ഏറെ ദുഃഖകരം തന്നെയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.